ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് ആരംഭിച്ചു. 18 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 91 മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ്. ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും കർഷക സ്വാധീന മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലെത്തുന്നു. 6 കേന്ദ്രമന്ത്രിമാരടക്കം നിരവധി പ്രമുഖർ ജനവിധി തേടുന്നുണ്ട്. ആന്ധ്ര, അരുണാചൽ, സിക്കിം, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇന്ന്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടെടുപ്പ് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥിതി എങ്ങനെയാണ്? ജീന, ഇപ്പോൾ വോട്ടിംഗ് ആരംഭിച്ചിട്ട് 2 മണിക്കൂറായിരിക്കുന്നു. ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടിംഗ് പെർസെന്റേജിന്റെ കണക്കുകൾ ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ടില്ല. സാധാരണഗതിയിൽ 2 മണിക്കൂറാകുമ്പോൾ ലഭ്യമാകേണ്ടതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 91 ലോക്സഭാ മണ്ഡലങ്ങളിലും രാവിലെ നീണ്ട ക്യൂ തന്നെ പ്രകടമാണ് പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലൊക്കെ. ഇതിനിടയിൽ ചില സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ EVM മെഷീനുകൾ കംപ്ലൈന്റ് ആയി. ഇതേ തുടർന്ന് വോട്ടിംഗ് ആരംഭിക്കുന്നത് വൈകിയിരുന്നു. പ്രത്യേകിച്ച് UP, ബീഹാർ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്ന് EVM മെഷീനെ കുറിച്ച് വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നു. പല സ്ഥലത്തും ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. പ്രവർത്തിച്ചു തന്നെ പെട്ടെന്ന് പണിമുടക്കി. ഇത് കാരണമൊക്കെ ഈ വോട്ടിംഗ് ഒക്കെ ഇടയ്ക്ക് തടസ്സപ്പെട്ടു. എന്നാൽ ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വോട്ട് ചെയ്തിരിക്കുന്നു. 7 മണിയോടുകൂടി RSS ആസ്ഥാനത്ത് നിന്ന് RSS തലവൻ മോഹൻ ഭഗവത് നാഗ്പൂരിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു. ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി രമേശ് പൊഖ്രി നിഖാന്തും ഡെറാഡൂണിലെ മണ്ഡലത്തിലെത്തി അല്പസമയം മുമ്പ് വോട്ട് ചെയ്തു. 7:50 TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും കുടുംബവും അമരാവതിയിലെ മണ്ഡലത്തിലെത്തി വോട്ട് ചെയ്തു. ചന്ദ്രബാബു നായിഡുവിന് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ശക്തിപ്രകടനം കൂടിയാണ്. കാരണം ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് ശേഷം ഏറ്റവും ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുകയാണ് ഇപ്രാവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചന്ദ്രബാബു നായിഡു അധികാരത്തിലെത്തുമോ എന്ന സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പ്രചാരണ രംഗത്ത് കണ്ട അതേ തീവ്രത ഇന്ന് വോട്ടിംഗ് ദിനത്തിലും കാണാം. എല്ലാ ബൂത്തുകൾക്ക് മുമ്പിലും വലിയ നീണ്ട ക്യൂ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തും അല്പസമയം മുമ്പ് ഹാൽദ്വാരിയിലെ മണ്ഡലത്തിലെത്തി പോൾ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ്. കന്നി വോട്ടർമാരോട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും ട്വീറ്റ് ചെയ്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവരും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ എന്തായാലും രംഗത്തെത്തിയിരിക്കുന്നു. 7 കേന്ദ്രമന്ത്രിമാരാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ആകെ 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ അതിൽ 3 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി VK സിംഗ്, സാംസ്കാരിക മന്ത്രി മഹേഷ് ശർമ്മ അടക്കമുള്ള 3 മന്ത്രിമാർ ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. ഇതിൽ VK സിംഗ് മത്സരിക്കുന്ന ഗാസിയാബാദിൽ ത്രികോണ മത്സരമാണ്. അവിടെ SP സമാജ്വാദി സഖ്യവും കോൺഗ്രസും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സര പ്രതീതി അവിടെയുണ്ട്. ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഗാസിയാബാദ്. ബീഹാറിലും മഹാസഖ്യത്തിന്റെ സാന്നിധ്യം BJPക്ക് വലിയ തിരിച്ചടിയാകും. 4 ലോക്സഭാ മണ്ഡലങ്ങളാണ് ബീഹാറിൽ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ BJPയേക്കാൾ ഏറെ അവരുടെ സഖ്യ സ്ഥാനാർത്ഥി JDU ആണ് അല്പമെങ്കിലും BJPക്ക് തുണയാവുക. കാരണം രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞതോടെ BJPയുടെ അവിടുത്തെ നില പരിങ്ങലിലാണ്. പക്ഷെ JDUവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ബീഹാറിൽ BJP ഇത്തവണ തെരഞ്ഞെടുപ്പിന് എത്തുന്നത്. ഈ 4 മണ്ഡലങ്ങളിലാകട്ടെ മഹാസഖ്യത്തിന്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് ദളിത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് ഇവയൊക്കെ. ഉത്തർപ്രദേശിലും അതേ രീതിയിൽ തന്നെയാണ്. കരിമ്പ് കർഷകരുടെ ഒക്കെ നാട്ടിൽ മുസാഫറിലൊക്കെ അടക്കമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തി അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രചാരണം, കർഷകരുടെ ഒരു പ്രതികരണം, ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. മഹാരാഷ്ട്രയിലാകട്ടെ വിദർഭ മേഖലയിലാണ് തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിലെ കർഷക ആത്മഹത്യകൾ, രാജ്യം കണ്ട വലിയ കർഷക പ്രക്ഷോഭങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ച മേഖലകളിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് NDA സംബന്ധിച്ചിടത്തോളം ചങ്കിടിപ്പ് ഏറ്റുന്നതാണ്. കഴിഞ്ഞ 2014 ഈ മേഖലയൊക്കെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞുവെങ്കിലും ഇപ്പോൾ അതല്ല അവസ്ഥ. കാരണം ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു.
മുഖ്യമന്ത്രി അവിടെ മഹാരാഷ്ട്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും കർഷകരുടെ പ്രതിഷേധം അവസാനം നരേന്ദ്രമോദിക്കെതിരെ വലിയൊരു പ്രഖ്യാപനമായി മാറുകയും ഡൽഹിയിലൊക്കെ നീങ്ങുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതിസന്ധികൾ NDA നേരിടുന്നുണ്ട്. നിതിൻ ഗഡ്കരി മത്സരിക്കുന്ന നാഗ്പൂരിൽ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും എത്തിയില്ല. അത് നിതിൻ ഗഡ്കരിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരസ്യമായിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം നാഗ്പൂരിൽ RSS ആസ്ഥാനമായിരുന്നിട്ട് പോലും നാഗ്പൂരിലേക്ക് നരേന്ദ്രമോദി പ്രചരണത്തിന് പോലും എത്തിയില്ല. പകരം ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ് 2 തവണ പ്രചരണം നടത്തിയത്. അതേസമയം ആ സ്ഥലങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി പ്രചരണമൊക്കെ നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം അവിടെ ഉണ്ടാക്കാൻ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുകൾ ഈ പോളിംഗ് ശതമാനമൊക്കെ നിർണായകമാണ്. ഇത് കഴിഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ട് 15 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജുവിന്റെ അരുണാചൽ വെസ്റ്റിലെ മണ്ഡലം അടക്കം 14 മണ്ഡലങ്ങൾ ഇവിടെയും രാവിലെ പോളിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ച പ്രകാരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പുരോഗമിക്കുന്നു. ചില അഭയാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും നീണ്ട ക്യൂ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുക്കുന്ന ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം സംസ്ഥാനങ്ങളിലും നല്ല രീതിയിൽ പോളിംഗ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ജീന. സന്തോഷ്, അതുപോലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷവുമാണ് ഇപ്പോൾ കാശ്മീരിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് കാശ്മീരിൽ ഒരുക്കിയിരിക്കുന്നത്? അവിടെയുള്ള ഒരു പൊതുചിത്രം എങ്ങനെയാണ്? ജീന, ബാരാമുള്ള, ജമ്മു ലോക്സഭാ മണ്ഡലങ്ങളാണ് ജമ്മു കാശ്മീരിൽ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് നടക്കുന്നത്. ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പുൽവാമ സ്ഫോടനത്തിന് ശേഷം സംസ്ഥാനത്തെ ആദ്യ തെരഞ്ഞെടുപ്പാണ്. പുൽവാമ സ്ഫോടനത്തിന്റെയും ഇന്ത്യ പാക് സംഘർഷത്തിന്റെയും പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിവെച്ചു. അതിനുശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കമ്മീഷൻ കടന്നിരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിൽ ജമ്മു കുറച്ചുകൂടി സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെന്ന് കമ്മീഷൻ നേരത്തെ തന്നെ കണക്കുകൂട്ടി. പ്രത്യേകിച്ച് ഈ അതിർത്തി സംഘർഷങ്ങളൊന്നും ഉള്ള പ്രദേശമല്ല ജമ്മു. ആ മേഖലകളിലേക്കാൾ ഏറെ കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് ബാരാമുള്ളയിലാണ്. ഇവിടെ കൂടുതൽ സുരക്ഷാ സൈനികരെ നിയോഗിച്ചിട്ടുണ്ട്. അർദ്ധ സൈനിക വിഭാഗത്തെ കൂടാതെ സൈന്യത്തെ തന്നെ നേരിട്ട് പല സ്ഥലങ്ങളിലും വിന്യസിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ബാരാമുള്ളയിൽ വിഘടനവാദികളുടെയൊക്കെ സ്വാധീനം വളരെ ശക്തമാണ്. കഴിഞ്ഞ തവണ ഈ ഹിസ്ബുൾ മുജാഹിദീൻ അടക്കമുള്ളവരുടെയൊക്കെ സ്വാധീനമുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയും വിഘടനവാദി നേതാക്കളെയൊക്കെ തടങ്കലിലാക്കുകയും ചില സംഘടനകളൊക്കെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അധികം വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തില്ല എന്നൊരു പ്രചരണം ബാരാമുള്ളയിൽ ശക്തമായിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട് എത്രത്തോളം പേർ വോട്ടിംഗ് ബൂത്തിൽ എത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ NCPയും ഒക്കെ BJP സഖ്യകക്ഷിയായിട്ടല്ല ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബാരാമുള്ളയിലും ജമ്മുവിലും മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ അവർക്ക് സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഗുണം അവർക്ക് ലഭ്യമാവുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ത്രികോണ മത്സരം ജമ്മു കാശ്മീരിൽ നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ അത് കണ്ടതാണ്. അപ്പൊ അതിനനുകൂലമായുള്ളൊരു ആവേശം വോട്ടർമാർക്കിടയിൽ ഉണ്ടാകും. അങ്ങനെയെങ്കിലും പോളിംഗ് ഉയരും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ശരി, 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് നൽകിയത്. മടങ്ങിവരാം ഇടവേളയ്ക്ക് ശേഷം. മോദിയുടെ മഹാരാഷ്ട്രയിലെ പ്രസംഗം ചട്ടലംഘനമെന്ന റിപ്പോർട്ട്. ലാത്തൂരിലാണ് മോദി ചട്ടലംഘനം നടത്തിയത്. കൊല്ലപ്പെട്ട ജവാന്മാർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് മോദി അഭ്യർത്ഥിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, മോദിയുടെ വിവാദമായ പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പ്രസംഗിച്ചത്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് പുൽവാമയിൽ വീരമൃത്യു വരിച്ച രക്തസാക്ഷികൾക്കും അതുപോലെ തന്നെ ബാലാക്കോട്ടിൽ പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകിയവർക്കും കന്നി വോട്ട് നൽകണമെന്ന് അവിടുത്തെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. ഈ ഒരു പ്രസംഗമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് സൈനിക നീക്കങ്ങളെയോ അതുപോലെ തന്നെ സൈനിക നേട്ടങ്ങളെ ഉപയോഗിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ ഒരു നിർദ്ദേശമുണ്ട്. ഈ ഒരു നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാത്തൂരിൽ പ്രസംഗിക്കുമ്പോൾ ഈ ജവാന്മാരുടെ പേര് പറഞ്ഞ് ഇവിടെ വോട്ട് തേടിയിരിക്കുന്നത്. അതായത് പുൽവാമയിൽ വീരമൃത്യു വരിച്ച
ആ രക്തസാക്ഷികൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. കന്നി വോട്ടർമാരോടാണ് നരേന്ദ്രമോദി ഈ ഒരു അഭ്യർത്ഥന നടത്തിയത്. ഈ മോദിയുടെ ഈ പ്രസംഗത്തിന് പിന്നാലെ തന്നെ CPIM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിൽ പരാതി നൽകിയിരുന്നു. അതായത് മോദി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഈ ഒരു റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഒസ്മാനാബാദ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഈ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യവും നരേന്ദ്രമോദി പ്രഥമ ദൃഷ്ട്യാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം, കർശനമായിട്ടുള്ള ഈ ഒരു നിർദ്ദേശം, അതായത് സൈനിക നീക്കങ്ങളെയോ സൈനിക നേട്ടങ്ങളെയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത് എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ മോദി ലംഘിച്ചിരിക്കുന്നു. ഇതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഈ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറും. അതിനുശേഷം മാത്രമേ ഈ ഒരു മോദിയുടെ ഈ ഒരു ചട്ടലംഘനത്തിൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഈ ഒരു ഒരാഴ്ചക്കകം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി എടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ജീന, വിഷ്ണു, പൊതുവായി ഇത്ര കഴിഞ്ഞ കുറച്ച് നാളുകളായി പരിശോധിക്കുമ്പോൾ BJPയുടെ ചട്ടലംഘനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതലായി ഇടപെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗ് നേരത്തെ ഇത്തരത്തിലൊരു പെരുമാറ്റച്ചട്ടലംഘനം നടത്തിയിരുന്നു. അതുപോലെ മോദിയുടെ ഉപഗ്രഹവേദ മിസൈലിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത കാര്യം അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ BJP ചട്ടലംഘനം നടത്തുന്നത് ഒരു മൃദു സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ അടുത്ത് ഉണ്ടാകുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ജീന, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന ഒരു വ്യാപക ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതായത് BJPയുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങൾ ഉണ്ടാകുന്നു. അതായത് PM മോദി സിനിമ റിലീസ് ചെയ്യുന്ന കാര്യത്തിലായാലും നമോ TV സംപ്രേഷണം ചെയ്യുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ BJP നേതാക്കളുടെ പ്രസംഗങ്ങൾ, യോഗി ആദിത്യനാഥ് ഇന്ത്യൻ സൈന്യത്തെ മോദി സേന എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചട്ടലംഘനങ്ങളെല്ലാം തന്നെ BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെയെല്ലാം ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടായ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചട്ടലംഘനം നടത്തിയതായി കണ്ടെത്തൽ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും വിഷ്ണു നൽകിയത്. കെ മാണിക്ക് കേരളത്തിന്റെ ബാഷ്പാഞ്ജലി. കെ മാണിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഉച്ചയ്ക്ക് ശേഷം പാലാ കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. പാലായിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കാനെത്തുന്നത്. വിവരങ്ങളുമായി മാണിയുടെ വസതിയിൽ നിന്നും ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, കെ മാണി അവസാനം ഒരു നോക്ക് കാണുവാനായി എത്രത്തോളം ജനസഞ്ചയമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്? ഏതാണ്ട് 7:15 കൂടിയാണ് കെ എം മാണിയുടെ ഭൗതിക ശരീരം കരിങ്ങാക്കുടിയിലുള്ള അദ്ദേഹത്തിൻ്റെ പാലായിലെ വസതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആയിരങ്ങളാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്കതിന് വ്യക്തമാണ്. പാലായിലും പരിസരത്തുമുള്ള മുഴുവൻ കടകമ്പോളങ്ങളും നടഞ്ഞ് കിടക്കുകയാണ്. കാര്യം വ്യാപാരി വ്യവസായികളൊക്കെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്നും വിലാപയാത്രയായിട്ട് എത്തിയ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് പുലർച്ചെ 7:15 കൂടിയാണ് വസതിയിൽ എത്തിച്ചേർന്നത്. അത്രത്തോളം ജനങ്ങളാണ് അദ്ദേഹത്തെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുന്നതിന് റോഡിൻ്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടി നിന്നത്. സമാനമായ രീതിയാണ് നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപവും കാണാൻ സാധിക്കുന്നത്. കിലോമീറ്ററുകൾ നീണ്ട ക്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല പോലീസും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ വളരെയധികം നിയന്ത്രിച്ചുകൊണ്ടാണ് കെ എം മാണി സാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ ഇനിയും എടുക്കും. കാര്യം 2 മണിയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ശുശ്രൂഷകളൊക്കെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും സെൻറ്റ് തോമസ് കത്തീഡ്രലിലേക്ക് വിലാപയാത്രയായിട്ട് മൃതദേഹം വഹിച്ചുകൊണ്ട് പോകുക. അതിനുശേഷമായിരിക്കും സംസ്കാരങ്ങൾ നടക്കുക. എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ വളരെയധികം ജനങ്ങളാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ, പാലാക്കാരായിട്ടുള്ള പാലായുടെ സ്വന്തം മാണി സാറിനെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ മണിക്കൂറുകൾ നീണ്ട ക്യൂവിൽ
നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേട്ടാ, ഈ മാണിസാറിനോട് ഈ പാലാക്കാർക്കുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് കാണുന്നത്? മാണിസാർ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ്. മാണിസാർ എന്ന് പറയുന്നത് പാലാക്കാരുടെ ജീവനാണ്. പാലായിക്ക് ഇത്രമാത്രം ചെയ്ത ഒരു മഹാനേതാവ് വേറെ ഇല്ല. മറ്റേ കേരളത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട ജനനേതാവാണ് KM മാണി. പാലായുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധമെന്ന് പറയുന്നത് അദ്ദേഹം തന്നെ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, പാലായ എൻ്റെ 2ാം ഭാര്യയാണെന്ന്. പാലായെ അത്രമാത്രം അങ്ങനെ സ്നേഹിച്ചിരുന്നു, പാലക്കാരും അങ്ങനെ അത്രമാത്രം സ്നേഹിച്ചു. ഇത്തരത്തിലുള്ള വാക്കുകളാണ് നമുക്ക് ഈ പാലായിലുള്ള ഓരോ പാല നിവാസികളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം ആത്മബന്ധമാണ് KM മാണി പാലായിലെ ജനങ്ങളുമായിട്ടുള്ളത്. ഓരോ കേന്ദ്രങ്ങളിലും ഓരോ ഇഞ്ച് സ്ഥലങ്ങളും അദ്ദേഹത്തിന് അത്രത്തോളം മനപ്പാടമാണ്. കാര്യം അത്രത്തോളം വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു മനുഷ്യൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ ഈ മരണപ്പെട്ട് 2ാം ദിവസവും അദ്ദേഹത്തിന് അഞ്ചാഞ്ജലി അർപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആയിരങ്ങളാണ് KM മാണി അവസാനമായി ഒരു നോക്ക് കാണുവാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് മാണിയുടെ വീട്ടിൽ നിന്നും ഷാജഹാൻ നൽകിയത്. KM മാണിയുടെ വിയോഗത്തിനിടെ അദ്ദേഹത്തിന്റെ അപൂർവ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നു. കൊച്ചുമക്കൾക്കൊപ്പം വീട്ടിൽ ഫുട്ബോൾ കളിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. കുട്ടികൾക്കൊപ്പം പൊട്ടിച്ചിരിക്കുന്നതും തർക്കിക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം. He's not holding the railing. ഞാൻ വലിയ ഫുട്ബോളറായിരുന്നു. അച്ചാച്ചന്റെ കാലടിക്കില്ലേ? ഞാൻ ഗോലി എനിക്ക് പേടിയാവാ. ഇടവേള. ഗാന്ധി കുടുംബത്തിന് അമേഠി എന്ന സുരക്ഷിത മണ്ഡലം ചൂണ്ടിക്കാട്ടിക്കൊടുത്ത ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാറൂൺ റഷീദും ഇത്തവണ അമേഠിയിൽ ജനവിധി തേടുന്നുണ്ട്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മത്സരിക്കാനുള്ള ഹാറൂൺ റഷീദിന്റെ തീരുമാനം. ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന ഭയമാണ് വയനാട്ടിലേക്ക് പോകാൻ രാഹുലിനെ നിർബന്ധിതനാക്കിയത്. രാഹുലിന് വയനാട്ടിൽ മത്സരിക്കാൻ മുസ്ലിമായ ടി സിദ്ദിഖിനെ ബലിയാടാക്കിയത് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയുടെ മറ്റൊരു ഉദാഹരണമാണെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. ഗാന്ധി കുടുംബത്തെ ഉത്തർപ്രദേശിലെ ഏറ്റവും സുരക്ഷിത മണ്ഡലമായ അമേഠിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന ഹാജി സുൽത്താൻ ഖാന്റെ വസതിയാണിത്. 1991 രാജീവ് ഗാന്ധി, 1999 സോണിയ, ഇരുവരുടെയും നാമനിർദ്ദേശ പത്രികയിൽ ഹാജി സുൽത്താൻ ഖാനായിരുന്നു ഒപ്പിട്ടത്. എന്നാൽ ഗാന്ധി കുടുംബവുമായുള്ള ഈ ആത്മബന്ധം ഹാജി സുൽത്താൻ ഖാന്റെ കുടുംബം ഉപേക്ഷിച്ചിട്ട് നാളുകളായി. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് അമേഠിയിൽ ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാറൂൺ റഷീദ് ഇക്കുറി ജനവിധി തേടുന്നത്. ന്യൂനപക്ഷങ്ങളെ BJP മുന്നിൽ നിന്നും കോൺഗ്രസ് പിന്നിൽ നിന്നും കുത്തുകയാണെന്ന് ഹാറൂൺ റഷീദ് കുറ്റപ്പെടുത്തുന്നു. क्योंकि कांग्रेस में अब माइनॉरिटी के प्रति वो भावना नहीं रही जो मौलाना आज़ाद के पीरियड में थी. कांग्रेस मुस्लिम मुक्त पार्टी बनाना चाहती है. जिस तरह BJP का नारा है कांग्रेस मुक्त, तो कांग्रेस का नारा है मुस्लिम मुक्त. രാഹുലിന് വയനാട്ടിൽ മത്സരിക്കാൻ ടി സിദ്ദിഖിനെ ബലിയാടാക്കിയതും ന്യൂനപക്ഷ വിരുദ്ധത തന്നെയാണെന്നാണ് ഹാറൂൺ റഷീദിന്റെ അഭിപ്രായം. अमेठी के डर से वायनाड भी पहुंचे तो वहां भी इन्होंने मुस्लिम की ही कुर्बानी मान ली. उसको टी सिद्दीक को बल का बकरा बना दिया. इनको मुस्लिम ही मिला था बकरा बनाने को. അമേഠിയിലെ ന്യൂനപക്ഷങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് രാഹുൽ മനസ്സിലാക്കിയെന്നും അതുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. 6 ലക്ഷത്തോളം വരുന്ന മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്നും ഉറച്ച വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. അമേഠിയിൽ ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന ഭയം രാഹുലിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിനു പിന്നിൽ ഹാറൂൺ റഷീദിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് നിർണായക സ്വാധീനവുമുണ്ട്. വയനാട്ടിലെ ന്യൂനപക്ഷങ്ങൾ എന്തുതന്നെയായാലും രാഹുലിനെ പരാജയപ്പെടുത്തണമെന്നാണ് ഹാറൂൺ റഷീദിന്റെ ആഹ്വാനം. ഹാറൂൺ റഷീദിന്റെ വസതിയിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി.
സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കിഫ്ബിയുടെ മസാല ബോണ്ടിന് അന്താരാഷ്ട്ര അംഗീകാരം. കിഫ്ബിയെക്കുറിച്ച് കൈരളി പീപ്പിൾ ടിവി സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിക്കിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഇയർ ഇൻ ദ ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019ലേക്ക് കിഫ്ബി മസാല ബോണ്ടിനെ നോമിനേറ്റ് ചെയ്ത വാർത്ത ധനമന്ത്രി തേടിയെത്തിയത്. ഏറെ നാളുകൾക്ക് ശേഷം തോമസ് ഐസക് അധ്യാപകനായി എത്തിയെന്ന കൌതുകവും പീപ്പിൾ ടിവിയുടെ പരിപാടിക്കുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കിഫ്ബിക്കെതിരെ അനാവശ്യ വിവാദങ്ങളുയർത്തി പ്രതിപക്ഷം രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് കിഫ്ബി എന്തെന്നും മസാല ബോണ്ട് എന്തെന്നും വിശദീകരിക്കാൻ നാളുകൾക്ക് ശേഷം ധനമന്ത്രി അധ്യാപകന്റെ റോളിലെത്തിയത്. കിഫ്ബിയെക്കുറിച്ചും മസാല ബോണ്ടിനെക്കുറിച്ചും വിവാദങ്ങളുയർന്ന സാഹചര്യത്തിൽ കൈരളി പീപ്പിൾ ടിവി സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിലാണ് ധനമന്ത്രി കിഫ്ബിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചത്. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലെ എക്കണോമിക്സ് വിദ്യാർത്ഥികളാണ് തോമസ് ഐസക്കിന്റെ ക്ലാസ്സിൽ കിഫ്ബിയെക്കുറിച്ച് പഠിക്കാനെത്തിയത്. കുട്ടികളുടെ സംശയങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ ഏറ്റവും മികച്ച ഉത്തരങ്ങൾ നൽകി ക്ലാസ് മുന്നേറുന്നതിന് ഇടെയാണ് ആ സന്തോഷവാർത്ത സംസ്ഥാനത്തെ തേടിയെത്തിയത്. ഞങ്ങളുടെ പരിപാടിയിൽ തന്നെ ധനമന്ത്രി ആ വാർത്ത കേരളത്തെ അറിയിച്ചു. കിഫ്ബിയെ തേടിയെത്തിയ അന്താരാഷ്ട്ര അംഗീകാരമായിരുന്നു ആ വാർത്ത. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഇയർ ഇൻ ദ ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019ലേക്ക് കിഫ്ബിയെ നോമിനേറ്റ് ചെയ്ത വാർത്തയാണ് പീപ്പിൾ ടിവിയുടെ പരിപാടിക്കിടെ ധനമന്ത്രിയെ തേടിയെത്തിയത്. എനിക്ക് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം അനൗൺസ് ചെയ്യാനുണ്ട്. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇഷ്യൂ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി ഇയർ ആയിട്ട് ആനുവൽ UK ഇന്ത്യ അവാർഡ് 2019 നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിഫ്ബി മസാല ബോണ്ടിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നുള്ള വിവരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അനാവശ്യ വിവാദങ്ങളുയർത്തി സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങളെ തടയാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഈ നേട്ടമെന്നും തോമസ് ഐസക് പറഞ്ഞു. തന്റെ ഇഷ്ടപ്പെട്ട മേഖലകളിലൊന്നായ അധ്യാപനത്തിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോകാൻ കഴിഞ്ഞ ഐസക്കിന് കിഫ്ബിക്ക് ലഭിച്ച അന്താരാഷ്ട്ര അംഗീകാരം ഇരട്ടി മധുരമായി. ന്യൂസ് ഡെസ്ക്